ചേട്ടാ, നമ്മൾ ജെനസിസിന് വായിച്ചപ്പോൾ നമ്മൾ ഒറിജിനൽ സിന്നിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഈവ് ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എടുത്ത് കഴിച്ചു. അതൊരു വലിയൊരു പാപമായിട്ട് ദൈവം അതിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു സ്നേഹവാനായ ദൈവം ഒരു പഴം കഴിച്ചതിന് അതിനെന്തിന് ഇത്ര വലിയ ഒരു പ്രശ്നമായി, അതെന്താ ഇത്ര വലിയൊരു പ്രശ്നമായി തീർന്നേക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? വളരെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ വചനം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയത്തുള്ളൂ. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ അബൌട്ട് when she ate from the tree of the knowledge of the good and evil. ദൈവം അവരെ തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആൾ നീ മരിക്കും. ആ ഒരു കൽപ്പന മാത്രമാണ് കൊടുത്തത്. അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചായിരുന്നു, ദൈവം മനുഷ്യനെ ഒരു റോബോട്ടായിട്ടല്ല, ഒരു ഫ്രീ വില്ല് കൊടുത്തിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പം ദൈവത്തിൻ്റെ കയ്യിലെ കളിപ്പാവ് പോലെ ആയിപ്പോൾ മനുഷ്യൻ. നോ, വി ഓൾ ഹാവ് അവർ ഓൺ വിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൽപ്പന അത് മാത്രമായിരുന്നു. അപ്പോൾ അത് കഴിച്ചത് കൊണ്ട് സംഭവിച്ചത് ആ ഒരു കാര്യമല്ല. എനിക്ക് ആ ഒറ്റ വാക്യത്തിൽ നിന്ന് ഹോൾ ബൈബിൾ ശരിക്കും പറഞ്ഞ് ടീച്ച് ചെയ്യാം. അതേപോലത്തെ ഒരു സംഭവം അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പുറകിൽ സംഭവിച്ചത്, അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു. പിശാചു എന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പുറകിലെ ഒരു റീസൺ ദൈവത്തെ പോലെ ആകാനുള്ള മനുഷ്യൻ്റെ ശ്രമം. ഓക്കെ, പക്ഷേ ഇവർ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അത് മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ആ പിശാച് വന്ന ആ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും അവർ ദൈവത്തെയാണ് റിയലി സംശയിച്ചത്. ഞങ്ങളിപ്പോൾ ദൈവത്തെ പോലെ അല്ല, ഇത് കഴിച്ചാലാകും. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അത് വിത്ത്ഹെൽഡ് ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ അത് ദൈവത്തിന് അങ്ങനെ നമ്മളാകാൻ ആഗ്രഹമില്ലാതെ, ബട്ട് ദേ വേർ ഓൾറെഡി ലൈക്ക് ഗോഡ് അല്ലേ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് അവരെ. അപ്പോൾ ഫസ്റ്റ് സംഭവിച്ചത് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തെ അവർ അവിശ്വസിച്ചു, അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, തിന്നരുതെന്ന് പറഞ്ഞത് അവർ കഴിച്ചു. ഓക്കെ, ആ 3 കാര്യമാണ് സംഭവിച്ചത്. അപ്പോൾ നേരത്തെ ചോദ്യം വളരെ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ റിയലായിട്ട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളിന്ന് മാനവരാശി ഹ്യൂമാനിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവർ കഴിച്ച വൃക്ഷത്തിൻ്റെ പേരെന്താ? ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. നന്മ തിന്മ. ഓക്കെ, ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ദ ഗുഡ് ആൻഡ് ഈവിൾ. അതിനു മുൻപ്, ഇത് കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നന്മയും തിന്മയും തിരിച്ചറിയണമെന്നുള്ളതായിരുന്നു. മനുഷ്യൻ ദൈവത്തിന് റിലൈ ചെയ്യണം ഈ നന്മ തിന്മ തിരിച്ചറിയാൻ. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നന്മയ്ക്കും തിന്മയ്ക്കും. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചത് കൊണ്ട് അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിലേക്കായിട്ട് മാറി. ഓക്കെ, അതിൻ്റെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളിപ്പോൾ 2 പേരിരുന്ന് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ഇത്തരം പേരുണ്ട്. ഒരാൾ ചിന്തിക്കുന്ന നന്മയല്ല വേറൊരാളുടെ നന്മ, ഒരാൾ ചിന്തിക്കുന്ന തിന്മയല്ല വേറൊരാളുടെ തിന്മ. നന്മയും തിന്മയും രാജ്യങ്ങൾ തമ്മിൽ, കൾച്ചർ തമ്മിൽ, എന്താ പറയുക, ദേശങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ന് അല്ലേ? നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന ആൾക്കാർ, അമേരിക്കയിലൊന്നും താമസിക്കുന്ന ആൾക്കാർ, കേരളത്തിൽ നമ്മളായിരുന്നപ്പോൾ നമ്മൾ തിന്മയാന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ചിലത് നന്മയാണ്. ഇത് തിന്മയല്ല ഇവിടെ. കാരണം നന്മയും തിന്മയും വ്യത്യാസം വന്നു. നേഷൻസ് മാറിയപ്പോഴേക്കും, രാജ്യങ്ങൾ മാറിയപ്പോഴേക്കും, എന്തിന് വ്യക്തികൾ തമ്മിൽ. അപ്പോൾ ഇന്നും മനുഷ്യൻ്റെ ഏറ്റവും കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ജനറേഷന് പല കാര്യങ്ങളും നന്മയാണ്, പക്ഷെ നമ്മളുടെ ജനറേഷൻ നമ്മൾ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് തിന്മയാണ്, ചിലപ്പോഴല്ല അത് തിന്മയാണ് അല്ലേ? അപ്പം നന്മയും തിന്മയും അവരവർ ഡിസൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ദാറ്റ് ഈസ്
still relevant today. Yes. It is because of the fruit of the tree of the knowledge of good and evil. വ്യക്തികൾ തമ്മിലത് വ്യത്യാസമായിട്ട് വന്നു. അപ്പം അതുകൊണ്ട് ഏത് വിഷയം എടുത്ത് നോക്കിക്കോ, ഏത് വിഷയം വ്യക്തികൾ ഫേസ് ചെയ്യുന്നത്, രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്നത്, സഭകൾ ഫേസ് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം ഇവിടെ കിടക്കുന്നത്. I can just connect, like I said, അത് ഹോൾ ബൈബിളിൽ നിന്ന് എനിക്കത് തെളിയിച്ച് തരാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് സ്വയം നീതിയിലേക്ക് മനുഷ്യൻ വീണേക്കുന്നത്. സെൽഫ് റൈച്ചസ്നെസ്. ഇപ്പം ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സിൽ നിന്ന് സെൽഫ് റൈച്ചസ്നെസ് ഇല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കുന്ന അവിശ്വാസത്തിലുള്ള അലായകരോട് സംസാരിക്കുമ്പോഴേക്കും എല്ലാവരും ജീവിക്കുന്ന അവരവർക്കൊരു നീതിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ല, ജോലിക്ക് പോകുന്നു, വരുന്നു, അധ്വാനിക്കുന്നു, കുടുംബം നോക്കുന്നു. അവരതിൽ സാറ്റിസ്ഫൈഡാണ്. കുറച്ചും കൂടി ഗ്രേഡ് കൂടി വരണപ്പോഴും ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, അത് ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ചാരിറ്റി ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതൊരു കൂട്ടരെ പറയുന്നു. സോ ദേ ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ്. വിശ്വാസമുള്ളവർ പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇന്നത് സപ്പോർട്ട് ചെയ്യുന്നു, ഓർഫനേജ് നടത്തുന്നു, പല വി ക്യാൻ സേ സോ മെനി തിങ്സ്. അപ്പോൾ അവരെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തില്ല, അവർ ചെയ്യുന്ന കാര്യത്തിൽ ജസ്റ്റിഫൈഡ് അവർ. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് സിൻ in the eyes of the Lord. അപ്പം അതുകൊണ്ട് ആ നീതി ദൈവരാജ്യത്തിൻ്റെ വിഷയം വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ കയറുന്ന ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നീതിയല്ല. നീതി, സമാധാനം, പരിശുദ്ധമായ സന്തോഷം. നീതി വരാതെ ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ, യഹൂദന്മാരുടെ കാര്യം എടുത്താലൊക്കെ അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ സ്വന്തം നീതിക്ക് കീഴ്പ്പെട്ടു. റൈച്ചസ്നെസ്, ദാറ്റ്സ് എ ബിഗ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കമായത് എവിടെ നിന്നാണ് ഇത് വന്നത്? നന്മ തിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വിഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് നന്മയും തിന്മയും മനുഷ്യൻ ഡിസൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അന്ന് മുതൽ അത് ഇന്നും റെലവൻ്റ് ആണോ? ഇന്നും റെലവൻ്റാണ്. മനസ്സിലായി? നന്മയും തന്മയും എനിക്ക് നന്മയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആരും, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് അത് നോക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല. നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറ പുരണ്ട തുണി പോലെ എന്ന് പറയും. നമ്മൾ എത്ര നീതി പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര നല്ല പ്രവൃത്തി നമ്മൾ ലൈഫ് ലോങ് ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിൻ്റെ നീതി ഒരു അടുത്ത് വരുന്നില്ല. നമ്മുടെ വിഷയം റൈച്ചസ്നെസ് അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് വരുന്നത്. മനസ്സിലായില്ല? ഇപ്പോൾ എല്ലാ മതത്തിലും നല്ലവണ്ണം ജീവിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? എല്ലാ മതത്തിലും ഉണ്ട്, വിശ്വാസികൾ മാത്രമല്ല. പക്ഷെ അവരൊക്കെ ജീവിക്കുന്നത് ഏതില? അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദേ ആർ സാറ്റിസ്ഫൈഡ്. പ്രവൃത്തി നല്ലതാണോ? പ്രവൃത്തി നല്ലതാണ്. പക്ഷെ ദൈവരാജ്യം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. നമ്മുടെ നീതി അല്ല ദൈവത്തിൻ്റെ നീതി. കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരെയും ശാസ്ത്രിമാരെയും നീതിയിൽ കവിയുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. അവരുടെ നീതി എന്ന് പറഞ്ഞാൽ ഹയർ സ്റ്റാൻഡേർഡാണ്. ഞാനത് ഒരിക്കലൊരു വീഡിയോ നിങ്ങളോട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 10 ജീരകം കിട്ടിയാൽ അതിൻ്റെ അകത്ത് ഒരെണ്ണം പതാരം കൊടുക്കും, തൈത്ത് കൊടുക്കും. 10 കടുക് അവർക്ക് കിട്ടിയാൽ ഒരു കടുക് അവർ മാറ്റിവെക്കും. ദേ ആർ സോ പർട്ടിക്കുലർ ലൈക്ക് ദാറ്റ്. അവർ അതേപോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. 3 വട്ടം ഉപവസിക്കും, പ്രാർത്ഥിക്കും ഇല്ലേ? അപ്പോൾ എത്ര നീതിപ്രവർത്തി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അടുത്തേക്ക് പോലും വരത്തില്ല. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ഫലം കഴിച്ചത് കൊണ്ട് സംഭവിച്ച കാരണം ഇതാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വന്നു. അപ്പോൾ ചെയ്ത പഴം കഴിച്ചതല്ല പാപം. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ അവരുടെ വാക്കുകളെ അവർ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. ഇനി ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഇല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരാൾക്ക് മടങ്ങി വരണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അത് പഠിപ്പിച്ചായിരുന്നു. ഏദൻ തോട്ടത്തിന് അവരെ പുറത്താക്കിയിട്ട് ദൈവം അവിടെ ഏദൻ തോട്ടത്തിന് കാവലായിട്ട് കറങ്ങുന്ന വാളിൻ്റെ ജ്വാലയുമായിട്ട് കെരൂബുകളെ നിർത്തി. Okay, that shows if anybody want to get back into the realm of Eden, ദൈവരാജ്യത്തിൻ്റെ ഇല്ലെങ്കിൽ ആ
ഏദൻ തോട്ടത്തിന് അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു മനുഷ്യന് തിരിച്ചു വരണമെങ്കിൽ ഈ കറങ്ങുന്ന വാളിൻ്റെ ജ്വാല ഇല്ലെങ്കിൽ വചനം ഇരുവായത്തിലുള്ള വാളായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് എബ്രായലേഖനം 4:12 പറഞ്ഞിരിക്കുന്ന വേറൊരു വിഷയം. എന്നാൽ ഈ വചനം വാളായിട്ട് ഈ വചനത്തിലൂടെയുള്ള ഒരു വെട്ട് നമുക്ക് കിട്ടണം. വചനം വായിക്കുമ്പോഴേക്കും പത്രോസ് ആദ്യം പ്രസംഗിച്ചെടുക്കുമ്പോൾ അവർ കുത്തുകൊണ്ട്, ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാർ വിഷമം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിൻ്റെ 38 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ഇറ്റ് നീഡ് ടു കട്ട് പിയേഴ്സ്ഡ്, നമ്മുടെ ഹൃദയത്തിൽ അത് കുത്തുകൊണ്ട് കഴിയുമ്പോഴാണ് കർത്താവേ ഞാൻ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് അല്ലല്ലോ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ മനുഷ്യരുടെ പ്രവൃത്തി, ഒരു പ്രവൃത്തി കൊണ്ടും ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോഴാണ്, ദൈവം പറയുന്നത് വിശ്വസിച്ച് കഴിയുമ്പോഴാണ്. ദൈവം പറയുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത് അല്ലേ. അവരതാണ് അവിശ്വസിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ സംശയിച്ചു. ഞങ്ങളിപ്പോൾ ദൈവത്തെ പോലെ അല്ല, നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകത്തുള്ളൂ. പക്ഷേ നമുക്ക് റോമാലേഖനം എല്ലാം പഠിക്കുമ്പോൾ നമുക്കറിയാം 6-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ, ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നുള്ള എഴുതിയുണ്ട്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചിട്ട്, റോമാലേഖനം 5:8 ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവ നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സോ കാൽവരിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് അല്ലേ. 1 യോഹന്നാൻ 4:9 ഇഷ്ടംപോലെ വാക്യങ്ങൾ നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് വായിക്കാം. അപ്പോൾ കർത്താവ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോഴാണ് ഏതെൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാർ ചിന്തിക്കുമ്പോൾ ഒരു പഴം കഴിച്ചാണ് ഇത്രയും വലിയ കുഴപ്പം. നോ, അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ റൈച്ചസ്നെസ്സായിട്ട് നമ്മളത് കണക്ട് ചെയ്യുമ്പോഴേക്കും ദാറ്റ് ഈസ് ദ കീ തിങ്. നമുക്ക് ഹോൾ ബൈബിൾ നമ്മൾ കർത്താവിൻ്റെ ഉപമകളൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ റൂട്ട് കോസ് എവിടെ കിടക്കുന്നത്? റൂട്ട് കിടക്കുന്നത് ജനസിസിലാണ്. നന്മതിന്മകളെക്കുറിച്ച് അതിൻ്റെ വിഷത്തിൻ്റെ ഫലം തിന്നത് കാരണം ദൈവത്തിൻ്റെ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡിൽ നിന്ന് മനുഷ്യൻ്റെ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡിലേക്ക് അന്ന് മാനവരാശി മുഴുവൻ വീണു. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് വ്യത്യാസം. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാനും ഭാര്യയും പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, വചനപ്രകാരം ഞങ്ങൾ ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങളും പറയുമ്പോൾ ഡാഡി വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്. കാരണം അവരുടെ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡ് അവർ വചനത്തിലാണെങ്കിൽ പോലും അവർ നിൽക്കുന്ന കൾച്ചർ അനുസരിച്ച് അവരത് മോൾഡ് ചെയ്തേക്കുക അല്ലേ. അപ്പോൾ പക്ഷെ ഇതിന് എല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേതാ സ്റ്റാൻഡേർഡ്? ഗോഡ് സ്റ്റാൻഡേർഡ്, വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അത് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു, ഇത് വചനം ഒരിക്കലും മാറത്തില്ല അല്ലേ. ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുക, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക, ദൈവം പറഞ്ഞത് കൽപ്പന അനുസരിക്കുക. എന്നാൽ മാത്രമേ ഈ പറഞ്ഞതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിൽ സംഭവിച്ച മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അനേക വിഷയങ്ങളുണ്ട്, പക്ഷേ അത് ഇന്നും റെലവൻ്റാണ്. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിരിക്കുന്ന സ്റ്റാൻഡേർഡുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതും നോർമലാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ. പലതും നോർമലാണ്. നമുക്ക് 10 വർഷം മുമ്പ് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇല്ലെങ്കിൽ 25 വർഷം മുമ്പ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് നോർമലാണ് മനുഷ്യർക്ക്. വാട്ട്സ് റോങ് വിത്ത് ഇറ്റ് എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അവർ തമ്മിൽ ഇഷ്ടമാണ്, പെണ്ണും ആരും ഇഷ്ടമാണ്, അവർ കല്യാണിക്കുന്നു, ആണും ഇഷ്ടമാണ്, അവർക്ക് നോർമലാണ്. അവർക്ക് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വീണതുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. അപ്പം അതൊരു വേഴ്സ് സൈഡായിട്ട് നിൽക്കുമ്പോൾ ദൈവവചനത്തിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ ദൈവവിശ്വാസികൾക്ക് പോലും അവരുടേതായിരിക്കുന്ന സ്റ്റാൻഡേർഡും ഉണ്ട്. അവരുടേതായിരിക്കുന്ന പ്രവൃത്തികൾ മൂലം ദിസ് ഈസ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു ഇല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു, ഞാനിങ്ങനെ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്കിത് വന്നു
നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ ഐ ഡിസേർവ് സംതിങ് ഫ്രം യു ഗാഡ്, Yeah. വൈ ദിസ് ഹാപ്പൻ ടു മീ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ Self-righteousness. ഇറ്റ് ഈസ് സെൽഫ് റൈച്ചസ്നെസ്. നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി. അപ്പോൾ ഇറ്റ്സ് ഓൾ കെയിം ഫ്രം ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ദ ഗുഡ് ആൻഡ് ഈവിൾ, ദ ഫ്രൂട്ട്. ആ ഫലം കഴിച്ചത് കൊണ്ടാണ് വന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ് ഈസ് എ ഹ്യൂജ് തിങ്. Yeah. അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സുകളിലെല്ലാം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ചിന്തിക്കാം. Yeah. അത് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ എങ്ങും പറ്റത്തില്ല. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. Yes. ഇപ്പോൾ ജനസിസിൽ ഇതെല്ലാം കിടപ്പുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനം എല്ലാം കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയും, ജനസിസ് 1, 2, 3 നമുക്ക് കിട്ടിയാൽ യെസ് യു ഗെറ്റ്, അത് റെവലേറ്ററി നോളജായിട്ട് കിട്ടിയാൽ അത് കിട്ടും. അതുകൊണ്ടാണ് എൻ്റെ ജനസിസ് 1 and 2 and 3 ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് അമേസിങ്, ഇറ്റ് ഈസ് അമേസിങ്. അപ്പോൾ അതൊരു ചെറിയ പഴം കഴിച്ച പാവം ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റി, സ്നേഹവാന ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ച ചോദ്യത്തിന് ദിസ് ഈസ് ആൻസർ. ഇന്നും മാനവരാശി മനുഷ്യൻ അതിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആ റൈച്ചസ്നെസ് പിടിച്ചുകൊണ്ടിരിക്കുക. Got it. ഓക്കെ, ആമേൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. Okay. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. Thank you, Osneda. Thank you.